മനസ്സിലെ വലിയ പ്രതിഭ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് 2 വയസ്സുകാരൻ ഈഥൻ, കുഞ്ഞു വാവ. കാരണം അക്കങ്ങളും ഇംഗ്ലീഷ് അക്ഷരമാലയും ക്രമത്തിലും വിപരീത ക്രമത്തിലും പറയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളെന്ന നിലയിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഗ്രാൻഡ് മാസ്റ്റർ അംഗീകാരം ഈ കുഞ്ഞിനെ തേടിയെത്തി. 1000 വരെയുള്ള അക്കങ്ങൾ തിരിച്ചറിയുന്ന ഈ മിടുക്കൻ 100 മുതൽ 1 വരെ ക്രമത്തിലും വിപരീത ക്രമത്തിലും പറയും. 1 മുതൽ 10 വരെയുള്ള അക്കങ്ങളുടെ സ്ക്വയറുകൾ പറയും. നിറങ്ങൾ, രൂപങ്ങൾ, മൃഗശബ്ദങ്ങൾ എന്നിവയൊക്കെ തിരിച്ചറിയുന്നതിൽ പ്രകടമാക്കുന്ന കഴിവ് അത്ഭുതകരം തന്നെ. കേൾക്കുന്നവർ ആരും ചോദിച്ചു പോകും, ഈ കുഞ്ഞൻ പയ്യന് ഇത്രയ്ക്കുമാവുമോ എന്ന്. ഇതുമാത്രമല്ല, അതുക്കും മേലെ എന്ന് തെളിയിച്ച ആ വിസ്മയ ബേബിയുടെ വിജയരഹസ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവന്റെ പ്രിയ മാതാപിതാക്കൾ അശ്വിനും ഹർഷിയും ഹൃദയാരാമിന്റെ മനഃശാസ്ത്ര ജാലകത്തിൽ ഇന്ന് നമ്മോടൊപ്പം. ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതൻ ജനിച്ച സമയം തൊട്ടേ ഞാൻ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവന് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ, നല്ല നല്ല പാട്ടുകൾ കേൾപ്പിച്ചിരുന്നു, ഭക്തിഗാനങ്ങൾ കേൾപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പ്രകൃതി സംബന്ധമായ സൗണ്ട്സ്, ഈ വെള്ളച്ചാട്ടത്തിന്റെയും മഴയുടെയും നല്ല കിളികളുടെ ശബ്ദവും, ഇങ്ങനത്തെ നല്ല കാമും നല്ല റിലാക്സിംഗ് ആയിട്ടുള്ള കുറച്ച് മ്യൂസിക് അവനെ ഞങ്ങൾ കേൾപ്പിച്ചിരുന്നു. ഒരു 5 മാസം ആയപ്പോഴേക്കും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളിലോട്ട് അവനെ റെസ്പോണ്ട് ചെയ്തു തുടങ്ങി. അവന് ഒരുപാട് തീവ്രമായ ശ്രദ്ധ ഞങ്ങൾ കണ്ടു തുടങ്ങി ചില കാര്യങ്ങളിൽ. ഫോർ എക്സാമ്പിൾ, ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോയ്സ് ഒക്കെ ഞങ്ങൾ കാണിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റ്, അതിന്റെ റിഫ്ലക്ഷൻസ്, അതിന്റെ സൗണ്ട്സിലോട്ടൊക്കെ അവൻ ഒരുപാട് ശ്രദ്ധ കാണിച്ചു. അതിന്റെ മൂവ്മെന്റ്സ്, അവന്റെ ഹാൻഡ് മൂവ്മെന്റ്സ്, അവന്റെ ലെഗ് ചലിക്കുന്നതൊക്കെ ഈ ടോയ്സിന്റെ മ്യൂസിക് ആയിട്ട് കോർഡിനേറ്റഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങളൊരു ഒരു ശ്രദ്ധ, അവന്റെ ഒരു ആഴമായ ഒരു ശ്രദ്ധ ഞങ്ങൾ അന്ന് അപ്പോൾ ശ്രദ്ധിച്ചു. എന്തോ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉള്ള പോലെ ഞങ്ങൾക്ക് തോന്നി. അതുപോലെ തന്നെ അവനെ ഞങ്ങൾ നടക്കാൻ കൊണ്ടുപോകുമായിരുന്നു, ഈ പാർക്കിൽ കൊണ്ടുപോകുമായിരുന്നു, പല പിള്ളേരെ കളിക്കുന്നത് കാണിക്കുമായിരുന്നു. ഈ നല്ല കാലാവസ്ഥയുള്ള സമയത്ത്, മഴ പെയ്യുമ്പോഴോ അതേപോലെ നല്ല കാറ്റ് വരുമ്പോഴൊക്കെ അവനെ ബാൽക്കണി കൊണ്ടേയിരുത്തും, അവനെ ജനലയുടെ അടുത്ത് കൊണ്ടേയിരുത്തും, രാവിലത്തെ സൂര്യോദയം കാണിക്കും അവനെ. അപ്പൊ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി കിട്ടുന്ന കാര്യങ്ങളൊക്കെ അവനെ കാണിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിരുന്നു. ആസ് പെർ സയൻസ്, ബ്രെയിനിന് 2 ഹെമിസ്ഫിയർസ് ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും. ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ബോഡിയുടെ റൈറ്റ് ഹാഫ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, റൈറ്റ് ഹെമിസ്ഫിയർ ബോഡിയുടെ ലെഫ്റ്റ് ഹാഫ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് എന്താണെന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് ഹെമിസ്ഫിയറിന് ഇസ് മോർ മാത്തമാറ്റിക്കൽ ആണ്, കുറേയും കൂടെ സയന്റിഫിക്കും ലോജിക്കലും അങ്ങനത്തെ ക്രിയേറ്റീവ് സൈഡ് അല്ലാത്ത ലോജിക്കൽ സൈഡാണ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. റൈറ്റ് ഹെമിസ്ഫിയർ കുറേയും കൂടെ ക്രിയേറ്റീവ് സൈഡാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ്, ക്രിയേറ്റിവിറ്റി, ആർട്ടിസ്റ്റിക് ക്യാരക്ടേഴ്സ്, ഇതൊക്കെയാണ് റൈറ്റ് സൈഡ്. ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും 2 ഹെമിസ്ഫിയേഴ്സ് നമ്മൾ ഒരുപോലെ ട്രിഗർ ചെയ്യാൻ പറ്റിയാൽ ആണ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ടോ അല്ലെങ്കിൽ മാക്സിമം എഫിഷ്യൻസി കിട്ടാൻ പറ്റുന്നത്. ഇതിൻ ഭാവിയിൽ ഞങ്ങൾ ഇങ്ങനെ സ്പാർക്ക് കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ 2 സൈഡും ട്രിഗർ ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചു. അപ്പൊ റൈറ്റ് സൈഡ്, ദാറ്റ് ഇസ് ദ ക്രിയേറ്റീവ് സൈഡ്, അത് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ക്ലേ മോഡലിംഗ്, അതുപോലെ തന്നെ സ്കെച്ചിങ്, പലതരം ആനിമൽ സ്കെച്ചസ്, ഫ്ലവേഴ്സ്, ബേർഡ്സ്, അങ്ങനെ കുറെ സ്കെച്ചസ് ഒക്കെ വരച്ചു തുടങ്ങി നമ്മുടെ കബേർഡ്സിലും വൈറ്റ് ബോർഡിലൊക്കെ. അതുപോലെ തന്നെ വാട്ടർ കളേഴ്സ്, പെയിന്റ്സും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് സിമിലർലി ലെഫ്റ്റ് സൈഡ്, വിച്ച് ഇസ് ദ മാത്തമാറ്റിക്കൽ സൈഡ്, അത് ട്രിഗർ ചെയ്യാൻ വേണ്ടി അവന് കുറെ നമ്പർ ബ്ലോക്സ്, ബ്ലോക്ക് അറേഞ്ച്മെന്റ്സ്, കുറച്ച് പസിൽസ്, അങ്ങനത്തെ കുറെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. 1 വയസ്സായപ്പോഴേക്കും അവൻ സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ പല കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ചില കാര്യങ്ങളിലൂടെ അവൻ കുറേയും കൂടെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ച് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയത്. ഫോർ എക്സാമ്പിൾ, നമ്പേഴ്സിനോടും ലെറ്റേഴ്സിനോടും റിലേറ്റഡ് വേർഡ്സിനോടൊക്കെ അവൻ ഒരുപാട് കൂടുതൽ താല്പര്യം കാണിച്ചു. ഞങ്ങൾ അതിശയിപ്പിച്ച ഒരു ദിവസം അവൻ ഞങ്ങളുടെ ഫോണിലെ നമ്പർ ലോക്ക് മനസ്സിലാക്കി അവൻ കണ്ടുപഠിച്ച് അൺലോക്ക് ചെയ്ത് അവൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ആ നമ്പേഴ്സിനോട് എന്തോ അവനൊരു സ്പെഷ്യൽ ടാലന്റോ ഗിഫ്റ്റോ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ബാക്കി മറ്റു കാര്യങ്ങൾ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുപോലെ പെയിന്റിങ്സോ ക്ലേ മോഡലിങ്ങോ, അതൊക്കെ അവന്റെ ഒരു ഹോബിയായി മാറി. അവന്റെ ഈ സ്പെഷ്യൽ ടാലന്റ് കണ്ടു തുടങ്ങിയോണ്ട് ഞങ്ങൾ അതിനു വേണ്ടിയായിട്ട് കുറേയും കൂടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി.
ഫോർ എക്സാമ്പിൾ ഞങ്ങൾ അവന് വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആപ്സ് കോഡ് ചെയ്തു. അവന്റെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു കീബോർഡും അതേപോലെ ഫ്രൂട്ട്സ് ആപ്പ്, ആനിമൽ സൗണ്ട്സ് ആപ്പ്, അങ്ങനെയാണ് കളിക്കാൻ. അതുപോലെ തന്നെ ഈ കാർഡ്ബോർഡ് ഒക്കെ കട്ട് ഔട്ട് ചെയ്ത് കുറെ പ്രോട്ടോടൈപ്സും 3D മോഡൽസും ഇതേപോലത്തെ കുറെ കാര്യങ്ങൾ അവന് വേണ്ടി ഞങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കി തുടങ്ങാൻ തോന്നി. അങ്ങനെ ഗ്രാജുവലി ഓരോരോ മാസം കഴിയും തോറും അവൻ ഈ പഠനത്തോടുള്ള ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസിനോടുള്ള ഒരു ഇഷ്ടം അത് ഒരുപാട് എക്സ്പോണൻഷ്യലി കൂടുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അവൻ 1 to 20 പറയുന്ന അവനിപ്പോ 1 to 100 പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 1000 വരെ നമ്പേഴ്സ് പറയാൻ തുടങ്ങി, ഓഡ് നമ്പേഴ്സ് പറയാൻ തുടങ്ങി, ഈവൻ നമ്പേഴ്സ് പറയാൻ തുടങ്ങി, നമ്പേഴ്സിന്റെ സ്ക്വയർസ് പറയാനും അതുപോലെ ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് ഞങ്ങൾ വീഡിയോ കാണിച്ചതൊക്കെ അവനത് തിരിച്ച് പറയാൻ തുടങ്ങി. 1 to 5, 1 to 10, അത് കഴിഞ്ഞ് 1 to 15 വരെ അവനെത്തി. അതേപോലെ തന്നെ വിവിധ തര ആനിമൽസ് അല്ലെങ്കിൽ ആനിമൽ സൗണ്ട്സ്, വെഹിക്കിൾസ്, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക് എക്വിപ്മെന്റ്സ്, ഇങ്ങനെ പലതരം കാര്യങ്ങളിൽ അവൻ ഇൻട്രസ്റ്റ് കാണിച്ചു തുടങ്ങി. അത് മാത്രമല്ല അവന് പല വേർഡ്സും റിലേറ്റ് ചെയ്യാനും കറക്റ്റ് വേർഡ്സ് എവിടെയാ റിലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സ്കില്ലും അവന് വന്നു തുടങ്ങി. നമ്മുടെ പിള്ളേരെ പഠിപ്പിക്കുന്നതോ ചെയ്യുന്നതോ എല്ലാം നമ്മുടെ പാരന്റ്സ് നമ്മളെ പഠിപ്പിച്ചതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഈ കാര്യത്തിൽ എന്റെ ഫാമിലി ആണെങ്കിലും എന്റെ പാരന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എന്റെ വൈഫ് ഹർഷയുടെ പാരന്റ്സ് ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ ഒരുപാട് ഇൻസ്പിറേഷനും കോൺഫിഡൻസും ഞങ്ങളുടെ ടാലൻസും കണ്ടുപിടിച്ച് അതിനു വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും. അപ്പൊ ഞങ്ങൾക്ക് ഫാമിലി സപ്പോർട്ടും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഞങ്ങൾ ഈദൻ വാവയ്ക്കും കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ പല ഇൻസ്പിറേഷൻസും ഇവരുടെയൊക്കെ സപ്പോർട്ടും കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പല കാറ്റഗറീസിലും കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടു തുടങ്ങിയപ്പോൾ ഫ്രണ്ട്സും ഫാമിലിയുടെ സജഷൻ കൊണ്ട് ഞങ്ങളും ഒരു റെക്കോർഡിന് അപ്ലൈ ചെയ്യാൻ ഓർത്ത് തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ഇവന്റെ ഈ വിവിധ കാറ്റഗറീസിന് ഞങ്ങൾ റെക്കോർഡിന് അപ്ലൈ ചെയ്ത് എന്നിട്ട് ദൈവാനുഗ്രഹം കൊണ്ടും ഇവന്റെ ലക്കും ടാലന്റ് എല്ലാം ഒന്നും ഒരുമിച്ച് വന്നതുകൊണ്ടും ഇവന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഒരുപാട് കാറ്റഗറീസിൽ അവാർഡ്സും കിട്ടി. 2, 4, 6, 8. 2, 4, 6, 8. ഏതൊരു പാരന്റ്സിനെ എന്ന പോലെ ഞങ്ങൾ പാരന്റ്സ് ആവാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്നതിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു, ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു. അപ്പൊ ഞങ്ങൾ കണ്ട സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ അവനെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം എന്ന് ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞങ്ങൾ മാത്രം ശ്രമിച്ച് കണ്ടെത്തിയ കാര്യങ്ങളല്ല, മറ്റുള്ള മാതാപിതാക്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അറിവുകൾ അല്ലെങ്കിൽ ബുക്കിലൂടെ ഞങ്ങൾ വായിച്ചറിഞ്ഞ അറിവുകൾ, അതാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഞങ്ങളെടുത്ത് ശക്തമായ തീരുമാനം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി സമയം നമ്മൾ ചെലവഴിക്കും എന്നുള്ളതാണ്. അത് ഇതുവരെ ഞങ്ങൾക്കത് നടപ്പിലാക്കാൻ സാധിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ മോൻ്റെ കൂടെ പറ്റുന്ന അത്രയും സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുമ്പോഴും അവനെ ഞങ്ങൾ കിസ് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു, അവനെ ഞങ്ങൾ എൻകറേജ് ചെയ്യുന്നു. അപ്പൊ അതെല്ലാം അവരിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇപ്പം ബോധ്യമായി. രണ്ടാമതായിട്ട് ഞങ്ങൾ തീരുമാനിച്ച കാര്യം കുഞ്ഞ് വലുതായി വരുമ്പോൾ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ അവന് പരമാവധി എക്സ്പോഷർ കൊടുക്കും എന്നുള്ളതായിരുന്നു. അപ്പൊ എല്ലാ കാര്യത്തിനും ഞങ്ങൾ അവന് എക്സ്പോഷർ കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിനനുസരിച്ചാണ് ഞങ്ങൾ ഇപ്പോഴാണെങ്കിൽ അവനെ പാട്ടുകൾ കേൾപ്പിക്കുന്നു, ഡാൻസ് വീഡിയോസ് കാണിക്കുന്നു, നമ്മൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അതെല്ലാം അവനൊരു കളിയിലൂടെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു കുഞ്ഞിന് ഇപ്പൊ ഒരു പാടാൻ കഴിവുള്ള ഒരു കുഞ്ഞാണെങ്കിൽ നമ്മൾ അവനെ പാട്ട് കേൾപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവന് പാടാൻ വേണ്ടി നമ്മൾ അവനെ ശ്രമിപ്പിക്കുന്നില്ലെങ്കിൽ അവനൊരിക്കലും ഒരു പാട്ടുകാരനായി വരത്തില്ല. അവന് പാടാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്ത കൂടിയില്ല. അപ്പൊ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ പരമാവധി കാര്യങ്ങളിൽ എക്സ്പോസ്ഡ് ആയിരിക്കണം. അപ്പോഴേ അവരുടെ കഴിവുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഞങ്ങൾ തീരുമാനിച്ചിരുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളോട് അവനെ കണ്ടു പഠിക്കുക, ഇവനെ കണ്ടു പഠിക്കുക, അങ്ങനെ ഒരിക്കലും ഞങ്ങൾ പറയത്തില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. കുഞ്ഞുങ്ങൾക്ക് കഴിവതും നമ്മൾ തന്നെ അവരുടെ എക്സാമ്പിൾ ആയിരിക്കണം, അവരുടെ റോൾ മോഡൽസ് നമ്മൾ തന്നെ ആയിരിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ പറ്റി ഞങ്ങൾ പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട് കുഞ്ഞുങ്ങൾ കുറേ സമയം TV കാണുന്നു അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നു എന്ന്. അപ്പം അവരെ നമ്മൾ അങ്ങനെ ഫോൺ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറയുമ്പോൾ അവരെന്താണ് കാണുന്നത്? നമ്മൾ അവരുടെ മുമ്പിൽ ഇരുന്ന് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ TV കാണുന്നു, സീരിയൽ കാണുന്നു. അപ്പം അവർക്ക് നമ്മളാണ് എക്സാമ്പിൾ. അപ്പം അവരുടെ മാതാപിതാക്കൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്നത് അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ നമ്മൾ അത് കാണിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ അവരോട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്കത് റിലേറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മോൻ്റെ മുന്നിൽ പരമാവധി ഞങ്ങൾ TV കാണാണ്ടിരിക്കുന്നുണ്ട്, ഫോൺസൊക്കെ ഉപയോഗം കുറയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും അവരൊരു എക്സാമ്പിൾ ആയിരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. ഈതൻ ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയാണ്. ഇപ്പൊ ഏതൊരു മാതാപിതാക്കളെ എന്ന പോലെ ഞങ്ങൾക്കൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയായിരുന്നു. നമ്മളൊന്നും തീരുമാനിച്ച പോലെ എപ്പോഴും നടക്കണമെന്നൊരു നിർബന്ധമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഇതിനെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ മനസ്സിലാക്കിയൊരു വലിയൊരു കാര്യമുണ്ട്.
അപ്പൊ നമ്മുടെ ശരികൾ അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ശരിയും തെറ്റും ആവണമെന്നില്ല. നമ്മൾ തെറ്റെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യങ്ങൾ അവരുടെ കാഴ്ചപ്പാടിൽ തെറ്റായിരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഈതൻ മോൻ അവന് പെയിന്റിങ് വളരെ ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ അവന് ഒരു ക്യാൻവാസും കുറച്ച് വാട്ടർ പെയിന്റ് ബ്രഷസ് ഒക്കെ കൊടുത്ത് അവൻ പെയിന്റ് ചെയ്യുമായിരുന്നു. അവൻ പെയിന്റ് ചെയ്ത് അവൻ പിന്നെ എന്ത് ചെയ്തു, ആ ക്യാൻവാസ് മാറ്റി വെച്ച് അവൻ ടൈൽസിൽ നിലത്ത് പെയിന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ അവന്റെ മോനെ ചെയ്യരുത്, ടൈൽസിൽ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവനത് മനസ്സിലാവുന്നില്ല. അവൻ പിന്നെയും കുറച്ച് നേരം ക്യാൻവാസിൽ ചെയ്യും, ഞങ്ങൾ മാറി കഴിയുമ്പോൾ അത് മാറ്റി വെച്ച് നിലത്ത് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അവനെ ഒബ്സർവ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ശരിയാണ്, അവനോട് നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിൽ എന്താണ് തെറ്റെന്ന് അവന് മനസ്സിലാവുന്നില്ല. അപ്പൊ ശരിക്കും ഇതൊരു തെറ്റല്ല, നമുക്ക് ആ നിലം ക്ലീൻ ചെയ്യാനുള്ള നമ്മുടെ ബുദ്ധിമുട്ട്, അതുകൊണ്ടാണ് നമ്മൾ അവനോട് അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നത്. നമ്മളൊരു തെറ്റല്ലാത്തൊരു കാര്യത്തെയാണ് നമ്മൾ തെറ്റായിട്ട് പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിയും തെറ്റും കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ അത് ശരിക്കും അവരുടെ കൂടെ തെറ്റുകളാണോ അല്ലെങ്കിൽ നമുക്കത് തെറ്റായിട്ട് വെറുതെ തോന്നുകയാണോ എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഒരു വലിയ കാര്യം, ഒരു മെസ്സേജ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യത്തിലാണെങ്കിൽ സന്തോഷം കണ്ടെത്താൻ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പം അവൻ എന്തൊരു വലിയ കാര്യം ചെയ്തു എന്നൊരു തോന്നലും ആ ചെറിയ കാര്യത്തിൽ പോലും അവന് സന്തോഷിക്കാനും സാധിക്കുന്നു. മാക്സിമം അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവനെ ഹഗ് ചെയ്യുക, കിസ് ചെയ്യുക, അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യണം, നമ്മൾ തീരുമാനിച്ച കാര്യമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു പരാജയം അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെ അതൊരു പേടിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മളതിനെ ഓവർകം എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ അവനെ പഠിപ്പിക്കണം. അല്ലാണ്ട് നീ പരാജയപ്പെട്ടോ, നീ വീണ്ടും വിജയിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല, പരാജയം ജീവിതത്തിൽ ഉണ്ടാവും, അതിലൊരു പ്രശ്നവുമില്ല. പരാജയം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു പരാജയപ്പെട്ടാൽ എങ്ങനെ തോന്നും, ഹൗ വി ഫീൽ അബൌട്ട് ഇറ്റ് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ഒരിക്കലും തോൽവിയെ ഭയക്കേണ്ട കാര്യമില്ല, ജയം മാത്രമല്ല ജീവിതത്തിൽ വേണ്ടത് എന്ന് എപ്പോഴും അവനെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് 2 വയസ്സായി. അപ്പൊ അവൻ ഇനി വളർന്നു വരുമ്പോൾ അവന് ഇനിയത്തെ മുന്നോട്ടേക്ക് അവനെ എങ്ങനെ നയിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല, എങ്കിലും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അവനിപ്പം കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായി. ഇനി ഞാൻ വളർന്നു വരുമ്പോൾ മറ്റുള്ളവരുടെ കുട്ടികളുടെ അടുത്ത് അവന്റെ സാധനങ്ങൾ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. ഷെയറിങ് ഒരു വലിയൊരു കഴിവാണ്, നമ്മൾ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട ഒരു വലിയൊരു കഴിവാണ് ഷെയറിങ്. കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ നമ്മൾ അവനെ പഠിപ്പിക്കണം. അതുപോലെ എന്തെങ്കിലും കണ്ടാൽ മറ്റുള്ളവരോട് സിമ്പത്തൈസ് ചെയ്യാൻ മാത്രമല്ല, സിമ്പത്തൈസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി എംപത്തൈസ് ചെയ്യാം. അവരെ സഹായിക്കേണ്ടത് എൻ്റെ ഒരു കടമയാണ് എന്ന് തോന്നി അവരെ സഹായിക്കാൻ അവനെ പ്രാപ്തനാക്കണം. അതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ ഒറ്റ കാര്യമല്ലേ അവർ നമ്മളോട് പറയുന്നുള്ളല്ലേ, മകന് നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രദ്ധയും സുലഭമായ സംലഭ്യതയും. അതായത് ആ കുഞ്ഞു മനസ്സറിഞ്ഞ് ആ പിഞ്ചു മനസ്സിന് സ്വീകാര്യമായ വിധം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട്, നന്മ ഒരുക്കി കൊടുത്തുകൊണ്ട് അവനോടൊപ്പമായിരിക്കുന്ന സാന്നിധ്യം, അവർ ഒപ്പമുണ്ടെന്ന് അവൻ അനുഭവപ്പെടുന്ന ഒരു കൂട്ട്. അതുകൊണ്ട് തന്നെ എന്തും കാണാൻ കണ്ണു തുറക്കുന്ന, കൗതുകമുണരുന്ന ഈ പ്രായത്തിൽ ഇതും കൂടി കണ്ടു നോക്കിക്കേ, ഇതും കൂടി ഇതും കൂടി ഇതും കൂടി എന്ന് പറഞ്ഞ് പുതിയ പുതിയ മേഖലകളിലേക്ക് അവനെ നയിക്കുക. എന്നിട്ട് അവർ നിരീക്ഷിക്കുക എവിടെയാണ് അവന്റെ ഹൃദയത്തിന്റെ ക്ലിക്ക് വീഴുന്നത് എന്ന്. ആ ക്ലിക്ക് വീഴുന്നതിനനുസരിച്ച് അവനിൽ കാണുന്ന വർണ്ണത്തിളക്കം അനുസരിച്ച് അവർ പുതിയ പുതിയ കാര്യങ്ങൾ അവന് തുറന്നു കൊടുക്കുക. അങ്ങനെ അവന് ഇഷ്ടമുള്ള താല്പര്യമുള്ള മേഖലകളിലേക്ക് തുറവി കിട്ടുകയാണ്. ഉദാഹരണത്തിന് പാവ കൊടുത്തപ്പോൾ വലിയ താല്പര്യമൊന്നും കണ്ടില്ല, പക്ഷേ പാവയുടെ നിറം അവനെ ആകർഷിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ നിറങ്ങൾ അവന് പരിചയപ്പെടുത്തി. ആ നിറങ്ങളിൽ അക്ഷരങ്ങളും അക്കങ്ങളും പരിചയപ്പെടുത്തി. അത് തിരിച്ചും മറിച്ചുമിട്ട് കളിച്ചു, പഠിച്ചു, ബൈഹാർട്ടാക്കി. അങ്ങനെ അവൻ വളർന്നു. ഇന്ന് പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബഹുമുഖ ബുദ്ധി, അതായത് വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്ത മേഖലകളിലാണ് ഈ ബുദ്ധി പ്രകടമാകുന്നത് എന്നുള്ള തിരിച്ചറിവ്. ഈ മാതാപിതാക്കൾ എത്ര രസകരമായിട്ടാണ് അവന്റെ വ്യത്യസ്തതകൾ തിരിച്ചറിയുന്നതും അവനെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ അവന്റെ അപൂർവ സിദ്ധികളിലേക്ക് അവരെത്തി. എല്ലാറ്റിനും ഉപരി അനുകരണീയവും ആദരണീയവുമായത് എന്തെന്നോ ആ അമ്മ പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ സ്വപ്നങ്ങളിലെ ഈഥൻ പങ്കുവയ്ക്കണം, മറ്റുള്ളവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറണം, അതായത് എംപതൈസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹൃദയഭാവങ്ങളും, അതായത് മാനുഷികതയും ബൗദ്ധികതയും എല്ലാം വളർന്നു വരണം. അതിനു പറ്റിയ സാഹചര്യങ്ങൾ അവരൊരുക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു.
അതുകൊണ്ട് തന്നെ ആ പിഞ്ച് മനസ്സിൽ അക്രമവാസന ഉണ്ടാക്കാൻ സാധ്യതയുള്ള TV, കമ്പ്യൂട്ടർ, മൊബൈൽ മുതലായ പ്രോഗ്രാംസൊക്കെ അവരിങ്ങനെ ഒഴിവാക്കുന്നു. പകരം അവൻ വളരേണ്ട മേഖലകളിൽ അവർ കളികൾ ഒരുക്കിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ന്യൂജൻ മാതാപിതാക്കളെ, ഗർഭാവസ്ഥയും ശൈശവവും ഒക്കെ എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റത്തില്ല. സമപ്രായക്കാരായ മറ്റു പിഞ്ചോമനകളെ പോലെ തന്നെ ഈഥനും ചടുലമാണ്, വികൃതിയാണ്, ഹൈപ്പർ ആക്റ്റീവാണ്, കുസൃതിത്തരങ്ങളുണ്ട്. മറ്റു പല മാതാപിതാക്കളെയും പോലെ ജോലി തിരക്കിൽപ്പെട്ട് ഇറിറ്റേഷനായി, അസ്വസ്ഥതയായി, പേടിപ്പിക്കലായി, വഴക്കു പറയലായി, അങ്ങനെ എളുപ്പപ്പണി നോക്കി ടാബും കമ്പ്യൂട്ടറും എളുപ്പപ്പണികളുമൊക്കെയായി ഒതുക്കിയിരുന്നെങ്കിൽ ഈ ഈഥനെ ഒരു നാളും നമ്മൾ തിരിച്ചറിയാതെ പോകുമായിരുന്നില്ലേ? അവന്റെ കൂട്ടുകാർ അഗ്രസീവ് കഥാപാത്രങ്ങളായി മാറുമായിരുന്നില്ലേ? ഒരു പക്ഷേ അവന്റെ റോൾ മോഡലും കൗമാരത്തിലെത്തുമ്പോൾ തിരുത്താനാകാത്തതും എന്നാൽ സഹിക്കാനാകാത്തതുമായ കലി, ദുശാഠ്യം, അക്രമവാസന മുതലായവ മക്കളിൽ കണ്ട് മാതാപിതാക്കൾ കണ്ണീരണിയുന്നതും വിലപിക്കുന്നതും ഹൃദയാരാം കൗൺസിലിംഗ് സെന്ററിൽ ഏറെ കണ്ടതാണ്. ഈ മാതാപിതാക്കളെ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. പ്രിയപ്പെട്ട അശ്വിനെയും ഹർഷയെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഈഥൻ കുഞ്ഞുവാവയ്ക്ക് എല്ലാ വിജയാശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന ചുവന്ന അക്ഷരങ്ങളിൽ ഒന്ന് തൊട്ടോളൂ. ഒപ്പം മറന്നു പോകാതെ ആ ബെല്ലൊന്നങ്ങട് അടിച്ചോളൂ. നന്ദി.